ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മേജർ തീംസ് ഓഫ് മൊബിഡിക് എന്ന നോവലിൻ്റെ മേജർ തീംസാണ്. മേജർ തീംസ് ആർ ലിമിറ്റ്സ് ഓഫ് നോളജ്, ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ, നേച്ചർ ആൻഡ് മാൻ, റേസ്, ഫെലോഷിപ്പ് ആൻഡ് എൻസ്ലേവ്മെൻറ്റ്, as well as madness and religion. So these are the major themes of Moby Dick, which was written by Herman Melville. Let's begin. The first one is limits of knowledge. നമുക്കറിയാം ഈ കഥ ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് വെയിൽ ആൻഡ് വെയിലിംഗ്. ഇവിടെ വെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൊബിഡിക്കിനെ പിടിക്കുക എന്ന ആഹാബിൻ്റെ ഡിസയറുമാണ് കഥേനെ മൊത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയും ഇവിടെ മൊബിഡിക് എന്ന വെയിൽ സിംബലൈസസ് മാൻസ് ഫ്യൂട്ടൈൽ പെർസ്യൂട്ട് ഓഫ് കംപ്ലീറ്റ് നോളജ്. നമുക്കെല്ലാവർക്കും അടങ്ങാത്ത ആഗ്രഹമാണ്, ഈ ലോകത്തിന് മുഴുവൻ അടങ്ങാത്ത ആഗ്രഹമാണ് ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും നേടിയെടുക്കണമെന്ന്. എന്താണ് വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് റിയാലിറ്റി എന്നൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈവൻ ശ്രീ ബുദ്ധൻ പോലും ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള, ശരിയായ അറിവിന് വേണ്ടിയിട്ടുള്ള യാത്ര നടത്തുകയും അപ്പോൾ ശരിയായ അറിവ് എന്താണെന്നൊക്കെ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബിഡിക് എന്ന് പറയുന്നത് മാൻസ് ഫ്യൂട്ടൈൽ പെർസ്യൂട്ട് ടു അറ്റെയിൻ കംപ്ലീറ്റ് നോളജാണ്. ഇൻ എക്സ്പ്ലെയിനിങ് ലൈഫ് അറ്റ് സീ ആൻഡ് ദ നേച്ചർ ഓഫ് വെയിൽസ്, ഇസ്മായിൽസ് നാരേറ്റീവ് ടീംസ് വിത്ത് detailed reference to scientific, religious, historical and literary texts relating to whale and whaling history. അപ്പോൾ ഇതിൽ മിക്സ്ചർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. റെഫറൻസ് ഇൻ കണക്ഷൻ വിത്ത് സയൻറ്റിഫിക്, റിലീജിയസ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി ടെക്സ്റ്റ് ഇൻ എക്സ്പ്ലെയിനിങ് ദ വെയിൽ ആൻഡ് വെയിലിംഗ് ഹിസ്റ്ററി. അപ്പോൾ അത്രയും ഒരു ഡെപ്ത് ഓഫ് നറേറ്റീവാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് നോളജിൻ്റെ വിവിധ തലങ്ങളാണ് വെയിൽ ആൻഡ് വെയിലിംഗ് ഹിസ്റ്ററിയിലൂടെ ഇവിടെ ഹെർമൻ മെൽവിൽ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത്. പക്ഷേ എന്നാൽ ഈ കഥ വ്യക്തമാക്കുന്നുകൊണ്ട് ആഹാബ്സ് ഡിസയർ ടു അറ്റൈൻ ദീസ് എനോർമസ് നോളജ് വെൻഡ് ഇൻ ടു വെയിൽ, അല്ലേ? അത് അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പേഴ്സ്യൂട്ട് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇസ്മായിൽ ഓൾസോ എംഫസൈസ് ദാറ്റ് ദ വെയിൽ ഈസ് the one creature in the world which must remain unpainted to the last. That means അതൊരിക്കലും കോമ്പീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് ആ വെയിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഇസ്മായിൽ അവിടെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ദി ഓൺലി വേ ടു നോ വാട്ട് എ വെയിൽ ഈസ് റിയലി ലൈക്ക് ഇസ് ടു ഗോ വെയിലിംഗ് വൺ സെൽഫ്, എ ഡേഞ്ചേഴ്സ് ഓഫൺ ഫേറ്റൽ എൻ്റർപ്രൈസ്. ഇതൊരു ആക്ച്വലി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു ആക്ച്വലി എന്താ പറയുക, ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസിഷനാണ് ടു അറ്റെയിൻ ദിസ് ഗ്രേറ്റ് എനോർമസ് ട്രഷർ ഓഫ് നോളജ്. സോ ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് പോയിൻ്റ് ചെയ്ത് വെക്കുന്നത് നോളജ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് മിസ്റ്ററി ആണെന്നും ആൻഡ് ഇറ്റ് മൊബിഡിക് റെപ്രസെൻറ്റ്സ് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ നോളജ് എന്നുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫോക്കസ് ഈ കഥയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ മൊബിഡിക് എന്താ പറയുക, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ടു അറ്റെയിൻ കംപ്ലീറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ ഒരു തോട്ടിനെയും ഇവിടെ മുൻപോട്ട് വെക്കുന്നത് മൊബിഡിക് ആസ് എ സിംപ്ലീറ്റ് നോളജ് ആയിട്ടും, ആൻഡ് ആഹാബ് ഹു വെൻഡ് ടു അറ്റെയിൻ ദിസ് കംപ്ലീറ്റ് നോളജ് ബട്ട് എൻഡഡ് അപ്പ് ഇൻ ഗ്രേറ്റ് ട്രാജഡി. ഇനി അനദർ മേജർ തീമാണ് ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ. ഇവിടെ ഫെയ്റ്റും ഫ്രീ വില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് പ്രൊഫസീസ് ഉണ്ട്, വിധിയെ പറ്റി പറയുന്നവരുണ്ട്. ഈവൻ ആഹാവ് ഓൾവേസ് എന്താ പറയുക, ഈ പ്രൊഫസീസിനെ ബിലീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഫസി ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഈ ഒരു ഫെയ്റ്റ് എന്ന ഒരു വാക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ കഥയെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇസ്മായിൽ ആൻഡ് ക്യൂകെക് head towards the Pequod to seek sail, and mysterious and intimidating stranger named Elijah drops ominous hints about the voyage they have ahead. അപ്പോൾ നമ്മൾ ഈ ഇസ്മായിലും ക്യൂക്കും കണ്ടു കഴിഞ്ഞിട്ട് അവർ മുൻപോട്ട് പോകുമ്പോൾ എലീജ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഒരു ബിബ്ലിക്കൽ പ്രോഫറ്റിൻ്റെ അതേ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏശയ്യ എന്ന് പറഞ്ഞ പ്രവാചകൻ
വരാൻ പോകുന്ന വലിയ പ്രോഫസി വിധികളെപ്പറ്റി അവർക്ക് മുമ്പിൽ പറയുന്നതായിട്ട്, അതായത് യേശയ്യ എന്ന പ്രവാചകൻ ബിബ്ലിക്കൽ ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രവാചകൻ, ആ യേശയ്യ പ്രവാചകനെ പോലെ തന്നെ ഒരു യേശയ്യ പ്രവാചകൻ ഇവർക്കൊരു ഹിൻഡ് കൊടുക്കുകയാണ്. അവർ എന്താ പറയുക, ഇവരുടെ ആ വോയേജിനെ പറ്റിയും അത് ചിലപ്പോൾ ഒരു വലിയൊരു മാറ്റം അവരുടെ ലൈഫിലുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫെയ്റ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫസീസ്, പോർട്ടൻസ്, സൂപ്പർസ്റ്റിഷൻസ് ആർ എ മേജർ പാർട്ട് ഓഫ് ലൈഫ് ഓൺ ബോർഡ്, എസ്പെഷ്യലി ദ പെക്കോഡിൽ, അതായത് ഈ ഷിപ്പിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വിധികളെ പറ്റി, ഫെയ്റ്റലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഫസീസിനെ പറ്റി ഈ കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നോ വൺ ബിലീവ്സ് മോർ സ്ട്രോങ്ലി ഇൻ ഫെയ്റ്റ് ദാൻ ആഹാബ്. ആഹാബ് എപ്പോഴും വിധികളിൽ വിശ്വസിക്കുകയും പ്രൊഫസിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ കഥയിൽ ഉടനീളം കാണാൻ പറ്റും. Moby Dick is based not just on the desire of revenge but a belief that it is his destiny to slay the whale. അപ്പം മൊബി ഡിക്ക് എന്ന് പറഞ്ഞ കഥയിൽ നമുക്ക് കാണാൻ പറ്റും, ആഹാബ് ഈ കഥ മുൻപോട്ട് പോകുന്ന അവൻ ഉറപ്പായിട്ടും ഇതിനെ പിടിക്കും, ഇതിനെ ഓവർകം ചെയ്യുന്നുള്ളൊരു പോസിറ്റീവ് ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഈ കഥ മുൻപോട്ട് പോകുന്നത്. പക്ഷേ വിധി എന്നത്, വാട്ട് വാസ് ദ ഫെയ്റ്റ് വാസ് ദ ട്രാജിക് എൻഡ് ഓഫ് ആഹാബ് ആൻഡ് ഹിസ് ക്രൂ. അപ്പോൾ അതാണ് ഫെയ്റ്റിൻ്റെ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ. ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ഫ്രീ വില്ലുണ്ട്, വെദർ ടു ഡു ഓർ നോട്ട്. അപ്പോൾ ഈ ഫ്രീ വില്ല് എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ഫ്രീ വില്ല് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഈഗോ മാനിയാക്ക് ആവരുത്. ഇവിടെ ആഹാബിൻ്റെ ഈഗോ മാനിയാക്ക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആക്ച്വലി ഈ ഒരു ട്രാജഡി അവർക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതിൻ്റെ കാരണം. അവർക്ക് ഒരുപാട് എന്താ പറയുക, പല ക്യാപ്റ്റൻസ് അവർക്ക് ഒരു ഇത് കൊടുത്തു, പല സൈനുകൾ കൊടുത്തു, കൈ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ കപ്പലുകൾ തകർത്തു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടി. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഫ്രീ വിൽ എന്ത് ചെയ്തു, ഇത് മുൻപോട്ട് പോകാനും ഈഗോ മാനിയക്കൽ നേച്ചർ മുൻപോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഈ ഒരു ട്രാജിക് ലൈഫ് അദ്ദേഹത്തിന് മുമ്പിലെത്തിയത്. അപ്പോൾ ഈ ഒരു രണ്ട് തോട്ടും ഈ നോവലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് നേച്ചർ ആൻഡ് മാൻ. The novel centers on man's multifaceted interaction with nature. ഇത് ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മാൻ ആണ്. അപ്പോൾ ഒരു എന്താ പറയുക, എക്കോ ക്രിട്ടിക്കൽ അപ്രോച്ച് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മനുഷ്യൻ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മൃഗത്തെ ശല്യം ചെയ്യാൻ പോകുന്നു. മൃഗം ഒരിക്കലും ഇവരെ ശല്യം ചെയ്യാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് വെയിലിനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് വെയിൽ തിരിച്ചടിക്കുന്നത്. അവിടെ മാൻ ഒരു എന്താ പറയുക, ആന്ത്രോപോസെൻട്രിക് വ്യൂ ആണ്. മനുഷ്യനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ സെൻറ്റർ എന്ന് ചിന്തിക്കുകയും ഈ നേച്ചർ അതിൻ്റെ മുഴുവൻ താഴെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, ആന്ത്രോപോസെൻട്രിക് വ്യൂ. ആ വ്യൂ തെറ്റാണെന്നും ഇവിടെ ഒരു എക്കോസെൻട്രിക് വേൾഡാണ്, പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. സോ ഇവിടെ ആഹാബ് റെപ്രസെൻറ്റ്സ് ആന്ത്രോപോസെൻട്രിക് ക്യാരക്ടർ ആൻഡ് മോബി ഡിക്ക് നേച്ചർ. ഇവിടെ ഒരു നേച്ചറിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ, ഒരു നേച്ചർ വിജയിക്കുന്നതായിട്ടാണ് ഹെർമൻ മെൽവിൽ കാണിക്കുന്നത്. സോ ഇവിടെ ഗ്ലോറിഫിക്കേഷൻ ഓഫ് നേച്ചർ ആൻഡ് ദ ആന്ത്രോപോസെൻട്രിക് വ്യൂ ഈസ് ബീങ് ഷാക്കിൾഡ് ബൈ മോബി ഡിക്ക്, ദ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. അതൊരു ആസ്പെക്റ്റ്. അതിവിടെ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും, നേച്ചർ വേഴ്സസ് മാൻ എന്നുള്ളത്. ദ അനദർ ടോപ്പിക് ഈസ് റേസ്, ഫെലോഷിപ്പ് ആൻഡ് എൻസ്ലേവ്മെൻറ്റ്. ഞാൻ പറഞ്ഞു ഈ മീനിയേച്ചർ ഫോം ഓഫ് ഒരു സൊസൈറ്റിയാണ്. പല റേസിൽപ്പെട്ടവരുണ്ട് അവിടെ, കറുത്തവർക്കാരും വൈറ്റ്സ്, പേർഷ്യൻസ്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു മിക്സ്ചർ ഓഫ് കോമ്പിനേഷനാണ് പെക്കോഡ് എന്ന് പറഞ്ഞ ഈ ഷിപ്പ്. ഈവൻ അതൊരു എന്താ പറയുക, പെക്കോഡ് എന്ന് പറയുന്ന ഷിപ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ മൾട്ടിറ്റ്യൂഡ് ഓഫ് ക്യാരക്ടേഴ്സ്, അവരുടെ എല്ലാം ഒരു ഒത്തിണക്കം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒത്തിണക്കത്തിലും അവിടെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് തോട്ടുകളുണ്ട്, റേഷ്യൽ എലമെൻറ്റ്സ്, എൻസ്ലേവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. The book explores many different forms of equality, fellowship and enslavement in human relationship. A notable example of fellowship and racial tolerance is Ishmael's close friendship with Queequeg. ഇഷ്മായേലും ക്യൂക്കഗും തമ്മിലുള്ള ആ ഒരു വെരി സ്റ്റാർട്ടിങ് റെപ്രസെൻറ്റേഷൻ തന്നെ കാണിക്കുന്നത് എന്താ, ഈവൻ ദോ ദേ ആർ ഡിഫറെൻറ്റ് ഇൻ റേസ് ബട്ട് ദേ കെയിം ഇൻ ടു ക്ലോസർ റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ സെപ്പറേഷൻ അല്ല അവിടെ നടക്കുന്നത്, ഒരു റേഷ്യൽ ഫെലോഷിപ്പാണ്, ടോളറൻസ് ആണ് അവിടെ അത് കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് തുടക്കം കഥയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം ഇഷ്മായിലിൻ്റെ ആ ടെറിഫൈങ് ആയിട്ടുള്ള ആ മേത്ത് മുഴുവൻ ടാറ്റു അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള രൂപത്തെ ആദ്യം പേടിയോടെ കണ്ടെങ്കിലും പിന്നീട് അവർ കമ്പനി ആവുന്നുണ്ട്. ആരൊക്കെ? ഇഷ്മായിലും നമ്മുടെ ക്യൂക്കകും. അപ്പോൾ ഇത് കാണിക്കുന്ന ഇതുപോലത്തെ പല സന്ദർഭങ്ങളും നമ്മുടെ കഥയിൽ നമുക്ക് നോട്ടബിളായിട്ട് കാണാൻ പറ്റും. ദ പെക്കോഡ് ഡസ് parallel conventional society in that captain and mates all are white, and while all the harpooners working under them ആർ നോൺ വൈറ്റ്. അത് മറ്റൊരു ആസ്പെക്റ്റ് ആണോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യൽ ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വൈറ്റ് ബ്ലാക്ക് റേസ് തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ആസ്പെക്റ്റിലാണ്. ഇത് നിങ്ങൾ വളരെ ചിന്തിക്കണം. കാരണം ക്യാപ്റ്റനും ക്വാക്കേഴ്സും ഒക്കെ വൈറ്റാണ്, പക്ഷെ പണിയെടുക്കുന്നവർ ശ്രദ്ധിച്ച് നോക്കിയാൽ ബ്ലാക്സ് ആണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഡിസ്പാരിറ്റി. അപ്പം താഴെക്കിടയിലുള്ള അത് പ്രോലിറ്ററേറ്റ്സ് ബ്ലാക്ക്, ദ അപ്പർ ബൂർഷ്വാ ക്ലാസ് വൈറ്റ്. ഈ ഒരു സെപ്പറേഷൻ ഈ പെക്കോഡിലും കാണാൻ പറ്റുന്നുണ്ട്. അതും ഹെർമൻ മെൽവിൽ കൊണ്ടുവരാൻ ഈ നോവലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അനദർ ടോപ്പിക് ഈസ് മാഡ്നസ് ആണ്. മാഡ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിപ്പ് അദ്ദേഹത്തിൻ്റെ ആ മാഡ്നസ്, ആ ഒരു ക്രേസിനെസ്, അത് നമ്മുടെ ഷേക്സ്പീരിയൻ ഡ്രാമകളിൽ കാണുന്ന എന്താ പറയുക, ഇത് സോ കോൾഡ് ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ബട്ട് ദേ ഗീവ് എ കൈൻഡ് ഓഫ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു തോട്ട് ഈ ക്രേസിനെസ്സിലൂടെ അവരുടെ ക്രേസി ഡയലോഗിലൂടെ കാണിക്കുന്നുണ്ട്. പിപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. അപ്പോൾ though the contrasting characters of Ahab and Pip, the novel presents two very different portraits of madness and its consequence. അപ്പോൾ മാഡ്നസ്സിലൂടെ ആ കോൺസിക്വൻസിനെ വ്യക്തമാക്കാൻ പിപ്പിന് സാധിച്ചിട്ടുണ്ട്, പിപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ പിപ്പ് ഇത്തരത്തിലുള്ള മാഡ്നസ്സിലൂടെ പറയുന്ന ഡയലോഗ് പിന്നീട് അതൊരു പ്രൊഫസി മാറുകയും അതൊരു ഫെയ്റ്റലിസ്റ്റിക് ആസ്പെക്റ്റിലൂടെ ആഹാബിന് അത് വന്ന് ഭവിക്കുന്നുമുണ്ട്. Throughout the voyage, Ahab's madness holds sway over the sanity of other characters, most notably his reasonable and prudent first mate Starbuck. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഇത്തരത്തിലുള്ള ഒരു മാഡ്നസ് ആഹാബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റുകൾ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ഈ മാഡ്നസ് യഥാർത്ഥത്തിൽ മാഡ്നസ് അല്ല, ആ മാഡ്നസ്സിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി, ദ ഹാർഡ് കോർ റിയാലിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. One of the interesting implications of madness aboard the Pequod, however, is the willingness of the members of the crew to go along with Ahab's strange quest, even when they recognize how difficult, perhaps impossible, it would be to find a single whale in all oceans of the world. ഒന്ന് ഓർത്ത് നോക്കി നിങ്ങൾ, യഥാർത്ഥത്തിൽ ആഹാബിൻ്റെ തന്നെ ഒരു മാഡ്നസ് അല്ലേ, ആക്ച്വലി ഒരു ഈഗോ മാനിയാക്ക് ആയിട്ടുള്ള മാഡ്നസ് അല്ലേ ഇത്രയും ക്രൂരനായ ഒരു വെയിലിനെ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പാണ് മരണം മുമ്പിൽ കണ്ടിട്ട് ഇവർ മുന്നോട്ട് പോകുന്ന ആക്ച്വലി അനദർ സെറ്റ് ഓഫ് മാഡ്നസ് അല്ലേ. അതായത് പിപ്പും അവിടെ സ്റ്റാർബക്കിനെ പോലെയൊക്കെ അവരുടെ മാഡ്നസ് പോലെ തന്നെ ഒരു യഥാർത്ഥ മാഡ്നസ് തന്നെയാണ് ആഹാബിനും എന്ന് മെൽവിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്നിട്ടും ഇവർക്കിത് മാഡ്നസ് ആണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരമാണെന്ന് അറിഞ്ഞിട്ടും അവർ നമ്മുടെ ആഹാബിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ മാഡ് എന്ന് പറയുന്നത് പിപ്പോ അല്ലെങ്കിൽ സ്റ്റാർബക്കോ അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സ് ആരുമല്ല, മറിച്ച് ആഹാബ് തന്നെയായിരുന്നു. Another great thought is religion. Religion is a major point of reference for Ishmael. അപ്പോൾ ഇഷ്മായിൽ എപ്പോഴും ഒരു ബിബ്ലിക്കൽ ആസ്പെക്ട്സ് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. In New Bedford, before the voyage, he visits a whaleman's chapel and hears a long and heated sermon delivered by the stern Father Maple that centers on the story of Jonah and the whale. The sermon recounts Jonah's futile attempt to flee God and suggests that harder Jonah tries to escape, the harsher becomes his punishment. അപ്പോൾ ഈ സെർമണിലെ കഥയും ഇവരിനി അനുഭവിക്കാൻ പോകുന്ന യഥാർത്ഥ സ്റ്റോറിയും തമ്മിലൊരു വലിയ റിസംബ്ലൻസ് ഉണ്ടായിട്ട്, അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റ്, അതായത് ബിബ്ലിക്കൽ ആസ്പെക്റ്റും ഈ പറഞ്ഞ റിയൽ ഹാർഡ് കോർ ലൈഫിലെ ആസ്പെക്റ്റും തമ്മിൽ വളരെ ബന്ധമുള്ളതായിട്ട് ഹെർമൻ മെൽവിൽ കാണിക്കുന്നുണ്ട്. പലപ്പോഴായിട്ടും ഇഷ്മായിൽ നറേറ്റർ ഉപയോഗിക്കുന്ന ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റുകളും റിലീജിയസ് റെഫറൻസസും ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് ഈ കഥയിൽ കാണാം. അതിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഈ പർട്ടിക്കുലർ നോവലിൽ ഉണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ദ മേജർ തീംസ് ഓഫ് Moby Dick. Thank you.